ശരാശരി മലയാളി തന്റെ സർവീസ് കാലം മുഴുവൻ കഷ്ടപ്പെട്ട് സേവ് ചെയ്യുന്ന ആ ഒരു തുകയാണ് 30 ലക്ഷം രൂപ എന്ന് പറയുന്നത്. റിട്ടയർമെന്റ് കഴിഞ്ഞ് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഇത് എവിടെ ഇടണമെന്നാണ്. മക്കളുടെ കല്യാണം, വീടുപണി ഒക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന പണം സുരക്ഷിതമായിരിക്കണം. ഒപ്പം മാന്യമായ ഒരു വരുമാനവും വരണം. ഇവിടെയാണ് ഈ 8.2% കാര്യം വരുന്നത്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണ ഗവൺമെന്റ് സ്കീം എന്ന് തോന്നും. പക്ഷേ 2026 ഈ ഒരു സാഹചര്യത്തിൽ ഇത് മികച്ച ഒരു പരിപാടിയാണ്. ബാങ്കുകൾ പലിശ കുറയ്ക്കുമ്പോഴും മാർക്കറ്റ് മാറി മറിയുമ്പോഴും ഈ 8.2% നമുക്കൊരു ഉറപ്പാണ്. 30 ലക്ഷം രൂപ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഓരോ 3 മാസം കൂടുമ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഏകദേശം 61,500 രൂപയാണ്. അതായത് മാസത്തിൽ ഒരു 20,000 രൂപയുടെ മുകളിൽ. ഒരു പെൻഷൻ പോലെ നമുക്ക് എല്ലാ മാസവും ലഭിക്കുന്ന തുകയാണിത്. കേരളത്തിൽ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഏജിംഗ് സൊസൈറ്റിയായി മാറിക്കഴിഞ്ഞു. ഗൾഫിൽ നിന്നോ സർക്കാർ ജോലിയിൽ നിന്നോ വിരമിച്ച് നാട്ടിൽ വരുമ്പോൾ അന്നന്നത്തെ ചിലവുകൾക്കും മരുന്നിനുമൊക്കെ മക്കളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇതിലും നല്ലൊരു സേഫ് ആയിട്ടുള്ള പരിപാടിയില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, ഒരു അന്തസ്സ് കൂടിയാണ്. സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ആരോടും ചോദിക്കേണ്ടതില്ല എന്ന ആ ഒരു ഉറപ്പ്. പക്ഷെ ഇവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. പലരും ഇതിന്റെ ഒരു വശം മാത്രം നോക്കി പണം മൊത്തം ഇതിൽ കൊണ്ടുപോയിടും. 5 കൊല്ലം കഴിഞ്ഞാലേ ഈ പണം തിരികെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇടയ്ക്ക് വെച്ച് വലിയൊരു ആവശ്യം വന്നാൽ, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മളൊക്കെ തോറ്റുപോകുന്നത്. ഈ പണം ലോക്ക്ഡാണ്. നേരത്തെ എടുത്താൽ പലിശയിൽ കുറവ് വരും, പെനാൽറ്റിയും വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പണം എല്ലാം ഒരിടത്ത് തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കരുത്. ഇനി ടാക്സിന്റെ കാര്യം പറയാം. പലരും വിചാരിക്കുന്നത് റിട്ടയർമെന്റ് ഫണ്ട് ആയതുകൊണ്ട് ഇതിന് ടാക്സ് ഇല്ല എന്നാണ്. അത് തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന പലിശ ടാക്സബിൾ ആണ്. പക്ഷേ ഒരു ആശ്വാസമുണ്ട്. 2026 പുതിയ നിയമങ്ങൾ അനുസരിച്ച് സീനിയർ സിറ്റിസൺസിന് 50,000 രൂപ വരെയുള്ള പലിശ വരുമാനത്തിന് ടാക്സ് ഇളവുണ്ട്. പിന്നെ 50H ഫോം കറക്റ്റായി കൊടുത്താൽ ബാങ്ക് വെറുതെ TDS പിടിക്കില്ല. സംഗതി ക്ലിയറായി കാണുമെന്നാണ് കരുതുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലിമിറ്റാണ്. ഒരാൾക്ക് 30 ലക്ഷം രൂപ വരെയാണ് വെക്കാൻ പറ്റുക. ഇനി ഭാര്യ ഭർത്താക്കന്മാർ 2 പേരും 60 കഴിഞ്ഞവരാണെങ്കിൽ 2 പേർക്കും കൂടി 60 ലക്ഷം വരെ ഇതിൽ പാർക്ക് ചെയ്യാം. 60 ലക്ഷം രൂപ 8.2% പലിശയിലിട്ടാൽ ഒരു ക്വാർട്ടറിൽ കിട്ടുന്നത് 1,20,000 മുകളിലാണ്. ഒരു സാധാരണ മലയാളി കുടുംബത്തിന് സുഖമായി ജീവിക്കാൻ ഇത് ധാരാളമാണ്. പക്ഷേ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ഒരു ചെറിയ റിസ്ക് ഉണ്ട്. ഇൻഫ്ലേഷൻ, അതായത് വിലക്കയറ്റം. ഇന്ന് കിട്ടുന്ന പണത്തിന് 5 കൊല്ലം കഴിഞ്ഞ് അത്രയും വാല്യൂ ഉണ്ടാവില്ല. പണ്ട് 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ ഇന്ന് 200 രൂപയ്ക്ക് കിട്ടുന്നത് പോലെയാണത്. അതുകൊണ്ട് മാത്രം പണം ഇതിൽ മാത്രം ഇടാതെ പണത്തിന്റെ ഒരു ഭാഗം ഇൻഫ്ലേഷനെ മറികടക്കാൻ സഹായിക്കുന്ന മറ്റു വഴികളിലും ആലോചിക്കുന്നത് നന്നായിരിക്കും. അവസാനമായി ഒരു കാര്യം, ഈ സ്കീം എടുക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ എടുക്കാൻ പറ്റുന്ന ഒരു എമർജൻസി ഫണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് ബാക്കിയുള്ളത് മാത്രം ഇതിലേക്ക് മാറ്റിയാൽ മതി. പണം എപ്പോഴും നമുക്ക് വേണ്ടി ജോലി ചെയ്യണം. നമ്മൾ പണത്തിന് പിന്നാലെ ഓടരുത്. ഇതൊരു നിക്ഷേപം മാത്രമല്ല, റിട്ടയർമെന്റ് ലൈഫിലെ നിങ്ങളുടെ സമാധാനം കൂടിയാണ്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.